പ്രളയത്തിൽ നശിച്ച ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്ക് ഇ-പോസ് മെഷീനിൽ നിന്നും നീക്കം ചെയ്യാതെ അധികൃതർ. ഇതുമൂലം റേഷൻ കടകളിലെ സ്റ്റോക്ക് തിട്ടപ്പെടുത്താൻ വ്യാപാരികൾക്ക് കഴിയുന്നില്ല. സാങ്കേതികത്വത്തിൽ കുടുങ്ങി പിഴയടക്കേണ്ട ഗതികേടിലാണ് റേഷൻ കട ഉടമകൾ. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച റേഷൻ വ്യാപാരികളാണ് വെട്ടിലായത്. 2021 ഒക്ടോബർ നവംബർ മാസങ്ങളിലെ പ്രളയത്തിൽ കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ താലൂക്കിലെ റേഷൻ കടകളിൽ വെള്ളം കയറി നശിച്ച 150 ലോഡിലധികം ഭക്ഷ്യധാന്യങ്ങൾ കുഴിവെട്ടിമൂടി നശിപ്പിച്ചിരുന്നു. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ചായിരുന്നു ഇത്. പക്ഷേ റേഷൻ കടകളിലെ ഇ-പോസ് മെഷീനിലെ സ്റ്റോക്ക് പട്ടികയിൽ നിന്നും ഇവ നീക്കം ചെയ്തില്ല. നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ റേഷൻ വ്യാപാരികൾ പ്രതിസന്ധിയിലായി. 2021 2 മാസങ്ങളിലാണ് ഈ ദുരന്തത്തിനിരയായവർ എന്ന് പറയുന്ന പ്രളയം ഉണ്ടാകുന്നത്. അപ്പം ദുരന്തം ഉണ്ടായി ഉടനെ തന്നെ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി ഒഴുകിപ്പോയതിന് ശേഷമുള്ള ബാക്കി മിച്ചം വന്ന അരി ഒരു കാരണവശാലും ഒരു സാമൂഹ്യ ദുരന്തമാവാതിരിക്കാൻ എത്രയും പെട്ടെന്ന് നശിപ്പിക്കാൻ പറഞ്ഞു. ഈ നശിപ്പിച്ച് കഴിഞ്ഞപ്പോഴും ഇ-പോസ് മെഷീനിൽ ഈ അരി നിലനിൽക്കുകയാണ്. ഈ നിലനിൽക്കുന്ന അരിയുടെ ക്വാണ്ടിറ്റി 200 കിൻഡൽ വരെയുള്ള ചില കടകളുണ്ട്. അപ്പോൾ ഇത്രയും അരി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പം ഈ മെഷീനിൽ ഇത് കിടക്കുമ്പോൾ ഇൻസ്പെക്ഷൻ എന്നും ഇത് ഞങ്ങൾക്കൊരു വെല്ലുവിളിയാണ്. ഇത് ഗവൺമെൻറ് ഒരു സ്പെഷ്യൽ ഓർഡർ ഇറക്കി ഈ പ്രശ്നം പരിഹരിച്ചു തരണം. നശിപ്പിച്ച അരിയുടെ കണക്ക് ഇ-പോസിൽ തുടരുന്നതിനാൽ കടയിൽ സ്റ്റോക്ക് കൂടുതലുണ്ടെന്നാണ് രേഖകളിൽ കാണുക. ഇതുമൂലം ഇൻസ്പെക്ഷൻ ഘട്ടത്തിൽ വ്യാപാരികൾ പിഴ ഒടുക്കേണ്ടതായും വരുന്നു. സ്റ്റോക്കിന്റെ അളവ് ഇ-പോസ് മെഷീനിൽ നിന്ന് കുറവ് ചെയ്യാൻ നടപടി വേണം. ഭക്ഷ്യമന്ത്രിക്കും ഉദ്യോഗസ്ഥർക്കും നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയില്ല. ഒടുവിൽ നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും ജില്ലാ സപ്ലൈ ഓഫീസറുമായി ബന്ധപ്പെടാനാണ് ലഭിച്ച മറുപടി. കൂടുതൽ അളവിലുള്ള സ്റ്റോക്കായതിനാൽ മന്ത്രിതലത്തിലാണ് തീരുമാനമുണ്ടാകേണ്ടത്. പൊതു ഉത്തരവിറക്കി സർക്കാർ പ്രശ്നം പരിഹരിക്കണമെന്നാണ് റേഷൻ വ്യാപാരികളുടെ ആവശ്യം. റിപ്പോർട്ടർ, കോട്ടയം.